ഗൈസ്, നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്, പ്ലാൻ ഇട്ട് കഴിഞ്ഞു, ഒരു ലാപ്ടോപ്പ് എൻ്റെ മൈൻഡിലുണ്ട്, പക്ഷേ അത് തന്നെയാണോ എനിക്ക് വേണ്ട പെർഫെക്റ്റ് ലാപ്ടോപ്പ് എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഫുൾ കൺഫ്യൂഷൻ മാറ്റി തരാം. എൻ്റെ മുന്നിൽ 4 തരം ലാപ്ടോപ്പുകളുണ്ട്. ഈ ലാപ്ടോപ്പുകളുടെയൊക്കെ പ്രത്യേകത ഇത് 4 ടൈപ്പ് ആൾക്കാർക്കുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടൈപ്പ് ലാപ്ടോപ്പ് ഇതായിരിക്കും, പക്ഷേ നിങ്ങൾ തീരുമാനിച്ചേക്കുന്ന ഇതാണെങ്കിൽ അത് മണ്ടത്തരമാവും. അതിന് മുന്നേ ഈ 4 ലാപ്ടോപ്പുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് സ്നാപ്ഡ്രാഗൺ X എന്ന് പറഞ്ഞ പുതിയ ചിപ്സെറ്റിൽ വരുന്ന ലാപ്ടോപ്പാണ്. ഇത് നോർമൽ ഇന്റൽ ചിപ്പ് ഉള്ള ലാപ്ടോപ്പാണ്. ഇത് നമ്മുടെ ആപ്പിളിന്റെ മാക്ബുക്ക് ആണ്. സോ നിങ്ങളൊരു സ്റ്റുഡന്റ് ആവാം, ഡോക്ടർ ആവാം, MBA പഠിക്കുന്ന ഒരാളാവാം, ഓൺട്രപ്രണർ ആവാം, എന്തിന് ഒരു കോഡിംഗ് എന്തൂസിയാസ്റ്റ് ആവാം. നിങ്ങൾക്ക് ഉചിതമായ ലാപ്ടോപ്പ് ഇതിൽ ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സിമ്പിൾ വീഡിയോ, ഇതിനകത്ത് ഗീക്ക് ബെഞ്ച് സ്കോറും മറ്റതും മറിച്ചോ ഒന്നുമില്ല. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വിത്ത് പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞുതരാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് കാൻഡിഡേറ്റ്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ലെനോവോയുടെ LOQ ഇന്റൽ കോർ i7 വരുന്ന RTX 5060 വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഈ ഇരിക്കുന്ന 4 ലാപ്ടോപ്പുകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ഈ കാണുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഗെയിമിംഗ് ആണ്, അല്ലെങ്കിൽ AI മെഷീൻ ലേണിംഗ് ആണ്, 3D മോഡലിംഗ് ആണ്, വീഡിയോ എഡിറ്റിംഗ് ആണ്, ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് വർക്കാണ്, റെൻഡറിംഗ് ആണ്, മെഷീൻ ലേണിംഗ് ആണ് എന്നിങ്ങനത്തെ ആൾക്കാർക്ക് ഇതിനെ വെല്ലുന്ന വേറൊരു ലാപ്ടോപ്പ് സെഗ്മെന്റ് ഇല്ല. NVIDIA ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് ക്യൂടെ ഉണ്ട്, ടെൻസർ കോറുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണം എന്താ? ബാക്കി ലാപ്ടോപ്പുകളിൽ നിങ്ങളിപ്പോൾ മെഷീൻ ലേണിംഗ് ചെയ്യുകയാണ്, ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഇതിലെടുക്കുമെങ്കിൽ ഇതിൽ ജസ്റ്റ് മിനിറ്റുകൾ മാത്രമേ എടുക്കുള്ളൂ. കാരണം ഇതിൻ്റെ CPU ആലോചിക്കുന്ന പരിപാടി മാത്രമേ ചെയ്യുള്ളൂ. ഹെവി ലോഡുകളൊക്കെ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉചിതമെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറി ആൾക്കാർക്കും ദിസ് ഈസ് ദ ബെസ്റ്റ് ലാപ്ടോപ്പ്. പക്ഷേ ഇതിനകത്തുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നല്ല ബൾക്കിയാണ്, വെയിറ്റ് ഒരു രക്ഷയില്ല. ഈ കാറ്റഗറി തന്നെ ഏറ്റവും വെയിറ്റ് കൂടിയ സാധനം ഇതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പരിതാപകരമാണ്. അതായത് നിങ്ങൾ പ്ലഗിൽ കുത്താണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടി ടാസ്ക് ആണെങ്കിൽ മാക്സിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിൽ കൂടുതൽ നിൽക്കില്ല. പിന്നെ ഇത് കറണ്ടിൽ കുത്താതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ GPU അഥവാ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് ആയിരിക്കും. അത് നോർമൽ ഈ ഒരു കൊണ്ടു കിടക്കുന്ന ലാപ്ടോപ്പ് പോലെ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആ GPU വർക്ക് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം പവറിൽ പ്ലഗ് ചെയ്തേ പറ്റുള്ളൂ. അതൊരു മേജർ കോണാണ്. പക്ഷേ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പറ്റുന്ന, ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന വേറൊരു ലാപ്ടോപ്പ് ഇല്ല. ഓൾസോ ഹെവി ഡ്യൂട്ടി ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ഫാനുകളായിരിക്കും, നല്ല RPM-ൽ കറങ്ങുന്ന, നല്ല ശബ്ദം കേൾക്കുന്ന ലാപ്ടോപ്പുകളായിരിക്കും. സോ ലൗഡാണ്. സോ കൺക്ലൂഡിങ്, പെർഫോമൻസ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് കണ്ണും പൂട്ടി വാങ്ങാം. ഇനി നമ്മുടെ കൂട്ടത്തിലെ അടുത്ത ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്റൽ കോർ പ്രോസസ്സേഴ്സ് വരുന്ന തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പുകളാണ്. ഇന്റൽ കോർ പ്രോസസ്സേഴ്സ് വരുന്ന തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പുകളിനകത്ത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ കണ്ടപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വരുന്നില്ല. ഇതിനകത്ത് ഇന്റൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആയിരിക്കും. ചിലടത്ത് ഇന്റലിന്റെ ആർക്ക് എന്ന് പറയുന്ന ഗ്രാഫിക്സ് ആയിരിക്കും, ചിലടത്ത് ഇന്റൽ UHD ഗ്രാഫിക്സ് ആയിരിക്കും. ഇതിനകത്ത് ഇന്റൽ ഗ്രാഫിക്സ്, ഇന്റൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ് പറയുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് മോട്ടോബുക്ക് 60 ആണ്. ഇത് ഇന്റൽ കോർ 5 വരുന്ന ഒരു ലാപ്ടോപ്പാണ്. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് സെയിം ബ്രെയിൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. സോ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഓടുന്ന എല്ലാ സോഫ്റ്റ്വെയർസും നിങ്ങൾക്കൊരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിൽ ഓടിക്കാൻ പറ്റും. ജസ്റ്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത്രയും ബൾക്കി അല്ല, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് ഇന്റലും വിൻഡോസും ഫുൾ കോമ്പാറ്റബിലിറ്റി ആണ്. ഏതൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കോഡിങ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുവാണ്, റിസർച്ച് പർപ്പസ് ആണ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുവാണ്, സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു ലാപ്ടോപ്പ് കാറ്റഗറിയാണ് ഇത്. സോ ചെറിയ കോഡിങ്, ഓഫീസ് വർക്ക്, ലൈറ്റ് എഡിറ്റിംഗ്, ഹെവി എഡിറ്റിംഗ് എന്ന് പറയില്ല, കാരണം ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ആയിട്ടുള്ളതുകൊണ്ട് ലൈറ്റ് എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം കറക്ഷൻ, അതൊക്കെ ചെയ്യാനായിട്ട് ദിസ് ഇസ് ഫൈൻ. പക്ഷേ ഗെയിമിംഗ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് പറ്റില്ല. ഗെയിം ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഗെയിം ചെയ്യാൻ പറ്റും, ബട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ള പോലെ ഒരു ഗെയിം ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. ചെറുകിട ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം, മെഷീൻ ലേണിംഗ്, മോഡൽ ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ GPU ഒരു ഞാൻ പറഞ്ഞില്ല 5-10 മിനിറ്റ് ചെയ്യുമെങ്കിൽ അത് 1-2 മണിക്കൂർ എടുക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഡേഴ്സ്, AI ML ഒക്കെ പഠിക്കുന്ന കോഡേഴ്സിന് ഈ ലാപ്ടോപ്പുകളൊക്കെ ഒഴിവാക്കാം. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു എ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് അപാരമായിരിക്കും. ഇത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ തരുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഏകദേശം ഒരു 8 മണിക്കൂറോളം അല്ലെങ്കിൽ 6 മണിക്കൂറോളം അല്ലെങ്കിൽ 8 മണിക്കൂറോളമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ദ മോഡൽ ഇത് മാറും, ബട്ട് സ്റ്റിൽ ലൗഡർ അല്ല. ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്വയറ്റർ ആണ്, കുറച്ചുകൂടി ചൂട് കുറവായിരിക്കും. പക്ഷേ ഇന്റൽ പ്രോസസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഫിഷ്യൻസി, അതായത് പവറിനൊത്തുള്ള എഫിഷ്യൻസി നോക്കുവാണെങ്കിൽ കുറച്ച് കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും ഇന്റൽ ചിപ്സെറ്റുകളുള്ള ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ. പക്ഷേ നിങ്ങൾക്ക് വേണ്ട എല്ലാ സോഫ്റ്റ്വെയറും ഓടും,
എന്താ പറയുക, ആ ഒരു ഇൻറ്റലിൻ്റെയും വിൻഡോസിൻ്റെയും വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഒപ്റ്റിമൈസേഷനൊക്കെ കാരണം കൊണ്ട് ഏതൊരു ആപ്ലിക്കേഷനും ഇൻറ്റൽ CPU-ന് വേണ്ടിയിട്ടാണ് കോഡ് ചെയ്തേക്കുന്നതെന്നുള്ളതുകൊണ്ട് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഒന്നും തന്നെ വരുന്നില്ല. ഇത്രയും റോ പവർ വേണ്ട എന്നുള്ളവർക്ക് ഇതുമായിട്ട് പോവാം. ഇപ്പോൾ ഇതാണ് റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്നിരിക്കുന്ന പുതിയൊരു ബട്ടൺ. ഇത് സ്നാപ്ഡ്രാഗൺ എക്സ് ചിപ്സെറ്റിൽ വരുന്നതാണ്. അതായത് ഇതിനകത്ത് ഇൻറ്റൽ ആയിരുന്നല്ലോ, ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ എക്സ് ആണ്. ഈ സ്നാപ്ഡ്രാഗൺ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൽ പോലെയല്ല, ഇതിൻ്റെ ആർക്കിടെക്ചർ വ്യത്യാസമുണ്ട്. ആം ആർക്കിടെക്ചറിലാണ്. ഈ ആം ആർക്കിടെക്ചർ ചിപ്പ് വന്നിരുന്ന ഏതിലാണെന്നറിയോ? ഇതേപോലെ സ്മാർട്ട് ഫോണുകളിലാണ്. സോ ബേസിക്കലി ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണിനെ കുറച്ചുകൂടെ വലുതാക്കി അതിൽ വിൻഡോസ് ഓടിക്കുന്നത് പോലെയാണ് ഇത്. ആൻഡ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഏസൂസിൻ്റെ വിവോബുക്ക് S16 എന്ന് പറഞ്ഞ മോഡലാണ് സ്നാപ്ഡ്രാഗൺ എക്സ് ചിപ്പ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് എടുത്ത് പറയേണ്ട ഈ ഒരു ചിപ്സെറ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സ്മാർട്ട് ഫോൺ പോലെ തന്നെ വൺസ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും. ഒരു 10, 18, 20 മണിക്കൂറൊക്കെ സുഖമായിട്ട്. ഇപ്പോൾ ഇന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയൊക്കെ ലൈറ്റ് യൂസ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അപാരമായിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. ഓൾസോ ഇൻറ്റൽ ചിപ്സെറ്റുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പുകളും തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പുകളെ കാണും. ലാപ്ടോപ്പ് തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓണാവുക, അത്തരത്തിലൊരു മൊബൈലിൻ്റെ സ്വഭാവം ഇത് കാണിക്കും. അതുപോലെ ട്രഡീഷണൽ ലാപ്ടോപ്സുകളെ പോലെ അല്ലാതെ ഇതിനകത്ത് കുറച്ചുകൂടി ചൂട് കുറവായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഫാനിൻ്റെ നോയ്സ്, ഫാനുണ്ട്, ഫാൻ ഇല്ലാത്ത മോഡലുകളും ഉണ്ട്, ഫാനിൻ്റെ നോയ്സ് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരിക്കും. സോ ഒരു കൂളാണ്, സൈലൻ്റ് ആണ്, ആൻഡ് എസ്പെഷ്യലി ഭയങ്കര ലൈറ്റ് വെയിറ്റ്. ഇത്രയും വലിയ ലാപ്ടോപ്പ് ആണെങ്കിലും ഇതിൻ്റെ വെയിറ്റ് അത്രയും ഉണ്ടാവില്ല. സോ കൂൾ, സൈലൻറ്റ്, ലൈറ്റ് വെയിറ്റ്, ഫാസ്റ്റ്, ക്വിക്ക് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഇത്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ പെർഫോമൻസ് മെഷീൻ. പെർഫോമൻസ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു പരിപാടിക്ക് നടക്കില്ല. സോ സ്റ്റുഡൻസ് ഓഫീസ് വർക്ക്, ബ്രൗസിങ്, ചെറിയ മീറ്റിംഗ്സ് കൂടുക, MBA ഒക്കെ പഠിക്കുകയാണ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, ഇപ്പോൾ സോഷ്യോളജി, ഇത്തരത്തിലുള്ള ആർട്ട് ഇതൊക്കെ പഠിക്കുന്നവർക്ക് ദിസ് ഇസ് ഗ്രേറ്റ്. കാരണം അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടാവും, പോർട്ടബിൾ ആയിട്ടുള്ള കുറേ നേരം ബാറ്ററി നിൽക്കുന്ന, എപ്പോഴെപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ദിസ് ഇസ് ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ ആം ചിപ്സെറ്റിൽ ഒരു വിൻഡോസ് ആണ് ഓടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഓടുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും ശരിക്കും ഇൻറ്റലിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിലേക്ക് എമുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ പണ്ട് നമ്മൾ ഈ ഒരു ഗെയിമിംഗ് കൺസോളിലൊക്കെ കളിച്ചിരുന്ന മാരിയോ അല്ലെങ്കിൽ ഡേവ് പോലത്തെ ഗെയിംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രാഗൺ ബോൾ ജി, പോക്കിമോനൊക്കെ നമ്മൾ ഈ ഒരു നിൻറ്റൻഡോയിൽ കളിക്കുമായിരുന്നു. അതിപ്പോൾ മൊബൈലിൽ കളിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളൊരു എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ലോഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് വേറൊരു ഡിവൈസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതിനെ ഒരു എമുലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷൻ പരിപാടി ഇടയ്ക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഇൻറ്റലിൽ കിട്ടുന്ന സെയിം പെർഫോമൻസ് ഇതിനകത്ത് കിട്ടില്ല. 80 to 90% ഓഫ് ആൾക്കാർ ഡേ ടു ഡേ ലൈഫിൽ നോർമൽ പരിപാടികൾ, ഇപ്പോൾ ബ്രൗസിങ്, അതേപോലെ ഡോക്യുമെന്റേഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഒരു കോഡറോ എഞ്ചിനീയറോ ആണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നോട്ടീസ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പൈത്തൺ പഠിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് പൈത്തണൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ചില ലൈബ്രറീസ് ഒന്നും ഇതിന് വർക്ക് ചെയ്യില്ല. X86 അഥവാ ഇൻറ്റൽ പ്രോസസ്സേഴ്സിന് വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ചറിലായിരിക്കും അത് എഴുതിയിരിക്കുന്നത്. അതൊന്നും ആമിൽ വർക്ക് ചെയ്യില്ല. പിന്നെ മെഷീൻ ലേണിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് GPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൽ ഇൻറ്റഗ്രേറ്റഡ് GPU ഉണ്ട്, പക്ഷേ അതിലേക്ക് പോകില്ല. തിരിച്ച് CPU-ലേക്ക് തന്നെ വന്ന് പണിപ്പാളും. അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് 1 മണിക്കൂർ നടക്കുന്നത് ഇതൊരു 2-3 മണിക്കൂർ എടുക്കും. ആൻഡ് പലപ്പോഴും അത് ക്രാഷ് ആവും, വർക്ക് ചെയ്യാതെ ആവും. പിന്നെ കോഡിങ് ചെയ്യുന്നവർക്കറിയാം വിർച്വൽ മെഷീൻസ്, ഡോക്കർ, ആൻഡ്രോയിഡ് എമുലേറ്റർ, അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉണ്ടാവും ഫോൺ എന്ന് കാണാൻ എമുലേറ്ററൊക്കെ ഉപയോഗിക്കില്ലേ, അതൊന്നും ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ആൻഡ് ഓൾസോ പല പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന പല പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് ഒന്നും ഇറ്റ് വിൽ നോട്ട് വർക്ക് ഓൺ ദിസ്. പലതിനും കോമ്പാറ്റബിലിറ്റി ഇല്ല. കോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിലും ബഗ്സ് ഉണ്ട്, ക്രാഷ് ആവും, കുറേയധികം കോംപ്ലിക്കേഷൻസ് വരും. സോ ഒരു ബേസിക് ലാപ്ടോപ്പ് എനിക്ക് വേണം, ബാറ്ററി ലൈഫ്, പോർട്ടബിലിറ്റി, എൻ്റെ ചെറുകിട കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി ഗുഡ് ലാപ്ടോപ്പ്. പക്ഷേ ഒരു സീരിയസ് കോഡറാണ്, മെഷീൻ ലേണിംഗ് സ്റ്റുഡൻ്റ് ആണ്, ഗെയിമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ, യു ക്യാൻ സ്കിപ്പ് ദിസ് ഇസ് നോട്ട് ഫോർ യു. സോ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്നാപ്ഡ്രാഗൺ എക്സ് ചിപ്സെറ്റുള്ള ലാപ്ടോപ്പുകൾ ഇറക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മാക് ബുക്കുകളില്ലേ, ഈ മാക് ബുക്കുകൾ വിത്ത് ആപ്പിൾ സിലിക്കൺ ഇറങ്ങിയില്ലേ, ആ ഒരു ആപ്പിൾ സിലിക്കണിന് കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇറക്കിയത്. പക്ഷേ ചെറിയ ഒരു പാളലുണ്ട്. ആ പാളൽ എന്താണ് എന്ന് പറയാനായിട്ട് നമുക്കിനി മാക് ബുക്കിനെ കുറിച്ചും കൂടി ഒന്ന് സംസാരിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് മാക് ബുക്ക് എയർ M1 ആണ്. ഇപ്പോൾ M5 വരെ ഇറങ്ങി. M1 എന്ന് പറയുന്നത് 2020 ഇറങ്ങി, 5 വർഷം മുന്നത്തെ ലാപ്ടോപ്പാണ്. ഇന്നും നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലും എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാൻ ഇല്ലാത്ത ലാപ്ടോപ്പിലാണ്. അപ്പോൾ നോർമലി മൈൻഡിൽ വരുന്ന ചോദ്യമാണ്, ബ്രോ സ്നാപ്ഡ്രാഗൺ എക്സും ആം എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിലാണ്, ഇതും ഈ ഒരു ആപ്പിൾ സിലിക്കണും ആം എന്ന് പറഞ്ഞ ആർക്കിടെക്ചറിലാണ്, പിന്നെ എന്തുകൊണ്ട് ഇതിന് വിൻഡോസിനകത്ത് ഈ പരിപാടികളൊന്നും നടക്കുന്നില്ല പക്ഷേ മാക്കിനകത്ത് ഇതൊക്കെ എളുപ്പമായിട്ട് വരുന്നു എന്ന് വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ മാക്കിൻ്റെ ഹാർഡ്വെയർ ഉണ്ടാക്കുന്നത് ആരാ? ആപ്പിളാണ്. ഇനി ഈ ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഫേംവെയർ എന്ന് പറയുന്ന കാര്യമുണ്ട്, സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊരു സാധനം, അതുണ്ടാക്കുന്നത് ആപ്പിളാണ്. ഈ ഒരു ആപ്പിൾ ലാപ്ടോപ്പുകളിനകത്ത് ഓടുന്ന മാക് OS ഉണ്ടാക്കുന്നതും ആപ്പിളാണ്.
ആൻഡ് ഓൾസോ 5 കൊല്ലം മുന്നേ ഇവർ ആപ്പിൾ സിലിക്കണിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷൻസും ഓൾറെഡി ആപ്പിൾ സിലിക്കണ് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതായത് വിൻഡോസ് പോലെ ഇൻ്റലിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് അതിനെ എമുലേറ്റ് ചെയ്ത് ആം ആർക്കിടെക്ചറിൽ ഓടുന്ന പരിപാടിയല്ല, ഇതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ്. സോ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫുൾ ആപ്പിളിൻ്റെ കൺട്രോളിലാണ് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ഓരോരുത്തരെയും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ആപ്പിളിനറിയാം. അത്രമാത്രം ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ അത്രയും പവർ അതിന് കിട്ടാത്തത്. ആൻഡ് ദാറ്റ് ഈസ് എ മെയിൻ റീസൺ വൈ ഇന്നും M1 ചിപ്സെറ്റ് ഇത്ര സ്മൂത്തായിട്ട് 4K എഡിറ്റിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് അപാരമായിട്ടുള്ള ബാറ്ററി ലൈഫിൽ. അതായത് ഇൻ്റലിൻ്റെ ഈ ലാപ്ടോപ്പും ഇതും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും തിന്നൽ ലൈറ്റ് ആണ്. പക്ഷേ ഇതിനകത്ത് ഫാനില്ല, ഇതിനകത്ത് ഫാൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിൻ്റെ വാട്ട്സ്, അതായത് പെർഫോമൻസ് പെർ വാട്ട് എന്ന് പറയും, അത് ഇതിനകത്ത് കുറവാണ്, ഇതിനകത്ത് കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് ഫാൻ വേണം, ഇതിന് ഫാൻ ഇല്ലെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ GPU കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്, ഒപ്റ്റിമൈസ്ഡ് ആണ്. സോ എന്തുകൊണ്ടൊരു മാക്ക് എടുക്കണം എന്ന് ചോദിച്ചാൽ കാര്യം സിമ്പിളാണ്. നിങ്ങളൊരു ക്രിയേറ്റർ ആണ്, വീഡിയോ എഡിറ്റിങ്, ഫോട്ടോ എഡിറ്റിങ്, ഡിസൈനിങ്, ഇങ്ങനത്തെ പരിപാടികളാണെങ്കിൽ ആപ്ലിക്കേഷൻസൊക്കെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. പോർട്ടബിളും കൂടിയാണ്. ആൻഡ് ഇതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ആ ഒരു പോളിഷിങ് അത് വേറെ ലെവലാണ്. ഈവൻ ക്രിയേറ്റേഴ്സ് മാത്രമല്ല, ഡെവലപ്പേഴ്സാണ്, കോഡേഴ്സാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബെസ്റ്റ് ലാപ്ടോപ്പാണ് ഇത്. പക്ഷേ ഇതിനും കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് യു നോ, മാക്ബുക്കുകളിൽ ഗെയിമിംഗ് ചെയ്യാൻ പറ്റില്ല. 100% അത് ശരിയല്ല. കാരണം മാക്ബുക്കിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗെയിമിംഗ് റീസെൻ്റ്ലി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലും വിൻഡോസിൽ കിട്ടുന്ന പോലെ അത്ര പവർഫുൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ അല്ല ഇത്. ആൻഡ് ചില വിൻഡോസ് ഓൺലി സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, അതൊന്നും ഇതിനകത്തില്ല. ആൻഡ് ചില സോഫ്റ്റ്വെയർസിന് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളിപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. പല വിൻഡോസ് ലാപ്ടോപ്പിൻ്റെ ഒപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫ്രീ ആയിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ ഒരു കീ ഉള്ള വെർഷൻ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡോ ഓഫീസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒഫീഷ്യലി ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാണ്ട് പറ്റില്ല. സൈഡ് ലോഡ് ചെയ്യുന്ന പരിപാടി മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. ആൻഡ് അഗൈൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്, ബിക്കോസ് ഓഫ് ദി ടൈറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ്. ജെയിൽ ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ അതിൻ്റെ അടുത്ത് മെനക്കെടണം. വിൻഡോസ് പോലെ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് എളുപ്പ പരിപാടിയല്ല. ആൻഡ് മൂന്നാമത്തേതും ഏറ്റവും വലിയ ഈ ഒരു മാക്കിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഞാൻ വാങ്ങിയ സമയത്ത് 8GB റാം ആൻഡ് 512GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റാണ് മേടിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ 8GB റാം ഇസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ മീ. 8GB റാം പോരാ, 16GB എങ്കിലും വേണം. പക്ഷേ ഇതിൻ്റെ റാം ഒന്നും എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റോറേജിന് സൊല്യൂഷൻ ഉണ്ട്. ഒരു SSD സെപ്പറേറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം കുത്തി സ്റ്റോറേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. സോ അപ്ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്ത് പറ്റില്ല. പക്ഷേ ഒരു വിൻഡോസ് ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് റാം കൂട്ടണോ, ഒരു എക്സ്ട്രാ സ്റ്റിക്ക് മേടിച്ചിടാം, അല്ലെങ്കിൽ SSD സ്റ്റോറേജ് കൂട്ടണോ, സ്റ്റോറേജ് നിങ്ങൾക്ക് അഴിച്ചിട്ട് സ്റ്റോറേജ് മാറ്റാൻ പറ്റും. അത്തരത്തിലുള്ള പരിപാടി ഇതിൽ പറ്റും, ബട്ട് അത് മാക്കിൽ പറ്റില്ല. സോ കൺക്ലൂഷൻ എന്താണ്? ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഫോർ റോ പവർ ആൻഡ് പെർഫോമൻസ്. ഒരു ആപ്പിൾ മാക്ബുക്ക് ഒക്കെയാണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ എഫിഷ്യൻസി ആൻഡ് സ്മൂത്ത്നെസ്. ഇനി ഇന്റൽ ഇതേപോലത്തെ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സ് ആണ് മേടിക്കുന്നതെങ്കിൽ ഇത് വൺ ഓഫ് ദി ബാലൻസ്ഡ് അപ്രോച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടി സേഫർ ആണ്. ഇനി സ്നാപ്ഡ്രാഗൺ X ചിപ്സെറ്റ് ഉള്ള സാധനം ഇപ്പോഴത്തേക്ക് വാങ്ങുവാണെങ്കിൽ ഓൺലി ഫോർ പോർട്ടബിലിറ്റി ആൻഡ് ബാറ്ററി ആൻഡ് ലൈറ്റ് യൂസ്. ബാക്കി പരിപാടികൾക്കൊന്നും ഇതിലേക്ക് പോകണ്ട. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറയുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.